ഇന്ന് മോഹൻലാൽ എന്നതൊരു ബ്രാൻഡാണ്. അദ്ദേഹത്തിൻ്റെ താരപരിവേഷം നാൾക്കുനാൾ വർദ്ധിച്ചു വരുമ്പോഴും ഇപ്പോൾ പഴയതുപോലെ കഥാപ്രാധാന്യമുള്ള സിനിമകൾ അദ്ദേഹം ചെയ്യുന്നില്ല എന്ന് ഒരു കൂട്ടം സിനിമാ പ്രേമികൾ പറയാറുണ്ട്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മികച്ചതായിരുന്നിട്ടും അണ്ടർറേറ്റഡ് ആയ അല്ലെങ്കിൽ വേണ്ടത്ര പരിഗണന ഇതുവരെയും ലഭിക്കാത്ത അതും അല്ലെങ്കിൽ ഇറങ്ങിയ സമയത്ത് പരാജയപ്പെട്ട സിനിമകളെക്കുറിച്ചാണ്. സീസൺ പത്മരാജൻ സാറിൻ്റെ ഡയറക്ഷനിൽ 1989 റിലീസ് ചെയ്ത ചിത്രമാണ് സീസൺ. അദ്ദേഹത്തിൻ്റെ പല ചിത്രങ്ങളെയും പോലെ കാലത്തിന് മുമ്പേ സഞ്ചരിച്ച ഒരു സിനിമ തന്നെയായിരുന്നു സീസൺ. പക്ഷേ പിന്നീട് മലയാളി പ്രേക്ഷകർ കൊണ്ടാടിയ അദ്ദേഹത്തിൻ്റെ മറ്റു ചിത്രങ്ങളായ തൂവാനത്തുമ്പികൾ പോലെയോ നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ പോലെയോ ഈ സിനിമ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല. പ്രതികാരത്തിൻ്റെ കഥയാണ് ചിത്രം പറയുന്നത്. ചിത്രത്തിൽ ജീവൻ എന്ന കഥാപാത്രത്തെയാണ് ലാലേട്ടൻ അവതരിപ്പിക്കുന്നത്. 2 വർഷത്തെ ജയിൽ ശിക്ഷ ലഭിക്കുന്ന അദ്ദേഹത്തിൻ്റെ ജീവൻ എന്ന കഥാപാത്രത്തിൻ്റെ കഴിഞ്ഞകാല ചരിത്രമാണ് സിനിമ കാട്ടിത്തരുന്നത്. പത്മരാജൻ സാറിൻ്റെ ഏറ്റവും മോശം സിനിമയെന്നും ഏറ്റവും മികച്ച സിനിമയെന്നും രണ്ടഭിപ്രായം പറയുന്ന സിനിമയാണ് സീസൺ. എങ്കിലും ഒരു മികച്ച സിനിമയാണ് സീസൺ എന്ന കാര്യത്തിൽ സംശയമില്ല. അടുത്ത സിനിമ പാദമുദ്ര. ആർ സുകുമാരൻ്റെ സംവിധാനത്തിൽ 1988 പുറത്തിറങ്ങിയ സിനിമയാണ് പാദമുദ്ര. സമൂഹത്തിൻ്റെ ക്രൂരതകൾ കാരണം പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന ലാലേട്ടൻ കഥാപാത്രത്തെയാണ് ഈ സിനിമയിൽ നമ്മൾ കാണുന്നത്. ലാലേട്ടൻ്റെ അഭിനയം തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് ഒറ്റ വാക്കിൽ പറയാം. ഈ സിനിമയിലെ പ്രകടനവും അഭിനയവും വളരെ അണ്ടർറേറ്റഡ് ആയി തോന്നി. ചിത്രത്തിൽ ഡ്യുവൽ റോളിലാണ് ലാലേട്ടൻ എത്തുന്നത്. പച്ചയായ ജീവിതത്തിൻ്റെ നേർക്കാഴ്ചയാണ് ഈ ചിത്രം. അടുത്ത സിനിമ വാനപ്രസ്ഥം. ഷാജി കരുൺ സംവിധാനം ചെയ്ത 1999 പുറത്തിറങ്ങിയ സിനിമയാണ് വാനപ്രസ്ഥം. കഥകളിയും ഹിന്ദു മിത്തോളജിയും സമന്വയിപ്പിച്ചാണ് ചിത്രം അവതരിപ്പിച്ചിരിക്കുന്നത്. ലാലേട്ടൻ്റെ ആക്ടിംഗ് കരിയറിലെ ഏറ്റവും മികച്ച അഭിനയ മുഹൂർത്തങ്ങളുള്ള സിനിമയാണ് വാനപ്രസ്ഥം. സബ്ടൈൽ ആക്ടിങ്ങിൻ്റെ ഒരു റഫറൻസ് എന്ന് വിശേഷിപ്പിക്കാവുന്ന അഭിനയ മികവാണ് അദ്ദേഹത്തിൻ്റെതായി ഈ സിനിമയിലുള്ളത്. രഘുനാഥ് പാലേരിയുടേതാണ് ചിത്രത്തിൻ്റെ തിരക്കഥ. ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ വാരിക്കൂട്ടിയ ചിത്രം കൂടിയാണ് വാനപ്രസ്ഥം. ഈ ചിത്രത്തിലെ മികച്ച പ്രകടനത്തിന് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലാലേട്ടന് ലഭിച്ചിരുന്നു. അടുത്ത സിനിമ ഗുരു. രാജീവ് അഞ്ചലിൻ്റെ സംവിധാന മികവിൽ 1997 പുറത്തിറങ്ങിയ സിനിമയാണ് ഗുരു. ഇന്നും ഏറെ കാലിക പ്രസക്തിയുള്ള വിഷയമാണ് സിനിമ ചർച്ച ചെയ്യുന്നത്. ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ തമ്മിൽ തല്ലുന്ന കാഴ്ച നഷ്ടപ്പെട്ട ഒരു സമൂഹത്തെയാണ് സിനിമയിൽ നമുക്ക് കാട്ടിത്തരുന്നത്. 70ാമത് അക്കാഡമിക് അവാർഡ്സിൽ ബെസ്റ്റ് ഫോറിൻ ലാംഗ്വേജ് ഫിലിം കാറ്റഗറിയിലേക്ക് ഇന്ത്യയുടെ ഒഫീഷ്യൽ എൻട്രി കൂടിയായിരുന്നു ചിത്രം. മികച്ച ഒരു ചിത്രമായിരുന്നിട്ട് കൂടി ചിത്രം ബോക്സ് ഓഫീസിൽ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. എങ്കിലും പിന്നീട് ഈ സിനിമ ഒരു ക്ലാസിക്കായി മാറി. അടുത്ത സിനിമ ദേവദൂതൻ. മലയാളത്തിലെ ഹൊറർ സിനിമാ സങ്കല്പത്തെ തച്ചുടച്ച സിനിമയാണ് 2000 സിബി മലയിലിൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ദേവദൂതൻ. വ്യത്യസ്തമായ ശൈലി കൊണ്ടും കഥ പറച്ചിൽ രീതി കൊണ്ടും സിനിമ ഏറെ മികവുറ്റതാണ്. ഒരുപക്ഷെ അന്നത്തെ പ്രേക്ഷകർ പ്രതീക്ഷിച്ച ഒരു ഹൊറർ സിനിമയായിരുന്നില്ല ദേവദൂതൻ. ഹൊറർ എന്ന വിഭാഗത്തിനപ്പുറം റൊമാൻറ്റിക് സൂപ്പർ നാച്ചുറൽ എലമെന്റ് സിനിമയിലുണ്ട്. കുട്ടിക്കാലത്ത് TV ചാനലിൽ വരുമ്പോഴെല്ലാം കൗതുകത്തോടെ കണ്ട ഒരു സിനിമയാണ് ദേവദൂതൻ. അർഹിച്ച ഒരു വിജയം പ്രേക്ഷകർ ഈ സിനിമയ്ക്ക് അന്ന് നൽകിയിരുന്നില്ല. എന്നാൽ പിന്നീട് ഈ ചിത്രം ഒരു ക്ലാസിക്കായി മാറി. രഘുനാഥ് പാലേരിയുടേതാണ് ചിത്രത്തിൻ്റെ തിരക്കഥ. ഈ ചിത്രത്തിൻ്റെ സംഗീതം നിർവഹിച്ചിരിക്കുന്നത് വിദ്യാസാഗറാണ്. ഈ സിനിമയിലെ പാട്ടുകളെല്ലാം വളരെ മനോഹരമാണ്. വളരെ ഒരു മികച്ചൊരു ചിത്രം തന്നെയാണ് ദേവദൂതൻ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുമല്ലോ. ഇത്തരത്തിലുള്ള ഇൻട്രസ്റ്റിംഗ് ആയ ഇൻഫർമേറ്റീവ് ആയ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ഒപ്പം തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുമല്ലോ. തുടർന്നും വീഡിയോകൾ ചെയ്യുന്നതിന് അത് ഒരുപാട് പ്രചോദനമാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.